വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും അതുവഴി നമ്മളിലുണ്ടാകുന്ന അത്ഭുതകരമായ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കൊരു നിമിഷം എല്ലാ മക്കളും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുവചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. 60, 80, 100 മേനികൾ ഫലം പുറപ്പെടുവിക്കുവാൻ അങ്ങയുടെ തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കട്ടെ. ദൈവവചനം ഗ്രഹിക്കുവാനും ദൈവവചനത്തെ അനുസരിക്കുവാനും വേണ്ടിയുള്ള കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ പരാജയ കാരണം എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ്.
നാം അനേകം കൺവെൻഷനുകളെല്ലാം കൂടുന്നു, ധ്യാനങ്ങൾ കൂടുന്നു, വചനങ്ങൾ ശ്രവിക്കുന്നു. എല്ലാ ഇടവകളിലും വർഷത്തിൽ ഒരു ധ്യാനമെങ്കിലും നടക്കാറുണ്ട്. അതുകൂടാതെ ഓരോ മേഖലകളിലും വലിയ കൺവെൻഷനുകൾ നടക്കുന്നു. അതിൽ ജനലക്ഷങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ച, ഒരു വ്യത്യാസം, ഒരനുഗ്രഹം, ഒരഭിഷേകം നമ്മളിൽ വെളിപ്പെടുന്നില്ല? ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ദൈവവചനം കേട്ടിട്ടും ധ്യാനങ്ങൾ പലത് കൂടിയിട്ടും എന്തേ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലാത്തത്, ഒരു മാറ്റമില്ലാത്തത്? ഇതിനെക്കുറിച്ച് തിരുവചനം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? യേശു ഒരു ഉപമ ഇങ്ങനെ പറയുകയുണ്ടായി. വിതക്കാരൻ്റെ ഉപമ. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ പ്രിയമുള്ളവരെ ഇങ്ങനെ പറയുന്നു: വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കിക്കളയുന്നു. ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. പ്രിയമുള്ളവരെ, തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. എന്നാൽ വചനം വിതയ്ക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം ഇതാ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്ന്. ഇത് ധ്യാനങ്ങളും കൺവെൻഷനുകളുമെല്ലാം കൂടുന്ന നല്ല ശതമാനം ആൾക്കാരിലും സംഭവിക്കുന്ന ഒരു കാര്യമായത്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഉള്ളിൽ, മനസ്സിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ ഇങ്ങനെ പറയും: ഈ വചനം എനിക്കറിയാവുന്ന വചനമാണ്, ഈ വചനം ഞാൻ കേട്ടിട്ടുള്ള വചനമാണ്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാം, ഇനി പറയാൻ പോകുന്നത് എന്താണെന്നും എനിക്കറിയാം. ഇങ്ങനെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഇതാ സാത്താൻ കടന്ന് അവരുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട ആ വചനം മോഷ്ടിക്കപ്പെടുകയാണ്. ആ വചനം അവിടെ കിടക്കാനോ അവിടെ ക്രിയ ചെയ്യാനോ സാത്താൻ അനുവദിക്കുകയില്ല. അപ്പൊ എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്തയിൽ, ഞാനിത് കേട്ടിട്ടുള്ളതാണ് എന്നുള്ള ചിന്തയിൽ തിരുവചനത്തിൻ്റെ മുൻപിൽ നമ്മൾ ഒരിക്കലും, പ്രിയമുള്ളവരെ, ഇരിക്കരുത്. ഒരു ദാസനെ പോലെ ദൈവമേ നീ അരുൾ ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു എന്നുള്ള മനോഭാവത്തോടെ, ഒരു ശിശു മനോഭാവത്തോടെ നാം ദൈവ മുൻപിൽ അല്ലെങ്കിൽ തിരുവചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ വചനത്തെ സ്വീകരിക്കുന്നത്. ഒരു വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ആ വചനം നമ്മളിൽ ക്രിയ ചെയ്യപ്പെടുന്നത്. ഇത് പ്രിയമുള്ളവരെ നല്ല ശതമാനം ആൾക്കാരിൽ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് വചനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ മാറ്റമില്ലാതെ പോകുന്നത്.
കൺവെൻഷൻ ഗ്രൗണ്ടിന് വെളിയിൽ എത്തുന്നതിന് മുൻപേ, ധ്യാന കേന്ദ്രത്തിന് പുറത്ത് വരുന്നതിന് മുൻപേ, പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപേ തന്നെ അവിടെ പ്രസംഗിക്കപ്പെടുന്ന, അവിടെ വിതയ്ക്കപ്പെടുന്ന വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഈ അവസ്ഥയിൽ കഴിയുന്നവരാണോ നിങ്ങൾ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിര്. ദൈവവചനത്തിൻ്റെ മുൻപിൽ ബുദ്ധിയിലിരിക്കാതെ, എനിക്കെല്ലാം അറിയാമെന്നുള്ള മനോഭാവത്തിലും മട്ടിലും ഭാവത്തിലും ഇരിക്കാതെ, നിന്റെ മുൻപിൽ, അങ്ങയുടെ വചനത്തിൻ്റെ മുൻപിൽ താഴ്മയും എളിമയും കർത്താവ് എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, കേൾക്കുന്ന വചനങ്ങളിലൂടെ പുത്തൻ അഭിഷേകം, പുത്തൻ ക്രിയകൾ ദൈവം നിങ്ങളിൽ ചെയ്യാനിടവരും. അടുത്ത തിരുവചനം ഇങ്ങനെ പറയുന്നു: ചിലർ വചനം കേൾക്കുമ്പോൾ തന്നെ സന്തോഷപൂർവം അത് സ്വീകരിക്കുന്നു. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. വേരില്ലാത്തതിനാൽ അവ അല്പസമയ നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. ഹല്ലേലൂയ. നീ രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്. അവര് പാറപ്പുറത്ത് വിത്ത് വിതയ്ക്കപ്പെട്ടതിന് തുല്യമാണ്. നമുക്കറിയാം, പാറയുടെ പൊത്ത് വിത്ത് വീണ് കഴിഞ്ഞാൽ അത് പൊട്ടി മുളയ്ക്കും. പക്ഷെ വേര് ആഴത്തിൽ ഇറക്കാൻ അതിന് സാധിക്കുകയില്ല. പൊട്ടി മുളയ്ക്കുമെങ്കിലും അതിന് വളരാനോ ഫലം പുറപ്പെടുവിക്കാനോ സാധിക്കുകയില്ല. അതിന് മുൻപ് തന്നെ അത് വാടിത്തളർന്ന് കരിഞ്ഞു പോകും. അപ്പൊ ഈ കൂട്ടരെ കുറിച്ച് ബൈബിൾ പറയുന്നത്, അവർ വചനം ശ്രവിക്കുമ്പോൾ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. സ്വീകരിക്കുന്നതിലൊന്നും ഒരു മടിയില്ല, വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. അതല്ലേ വചനം കേൾക്കുമ്പോഴും ധ്യാന കേന്ദ്രത്തിലും കൺവെൻഷൻ ഗ്രൗണ്ടിലൊക്കെ ചില വചനങ്ങളൊക്കെ പറയുമ്പോൾ, ചില സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർ ഇങ്ങനെ പറയാറുണ്ട്: ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ സ്വീകരിക്കുന്നത് ഓ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട്, വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഒക്കെ നമ്മൾ വചനം സ്വീകരിക്കാറുണ്ട്. പക്ഷെ സ്വീകരിക്കുന്ന അവരിൽ ഈ വചനം വളരാൻ പറ്റുന്നില്ല, വളർന്നു വലുതാകുന്നില്ല, പെട്ടെന്ന് വീണു പോകുന്നു, കരിഞ്ഞു പോകുന്നു. എന്താ കാരണം? ബൈബിൾ പറയുന്നു, വചനത്തെ പ്രതിയുള്ള ക്ലേശങ്ങളും പീഡകളും ഉണ്ടാകുമ്പോൾ അവർ തളർന്നു പോകുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഇത് നല്ല ശതമാനം വിശ്വാസികളുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ധ്യാനമൊക്കെ കൂടി മടങ്ങി വരുമ്പോൾ നമ്മൾ വലിയ തീരുമാനമെടുത്തുകൊണ്ടാണ് വീട്ടിലോട്ട് വരുന്നത്. ഒരു പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ആ പ്രസംഗത്തിൻ്റെ ആവേശത്തോടെ പുത്തൻ തീരുമാനങ്ങളെടുത്ത് നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുന്നു. അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ ചില സ്റ്റെപ്പുകളൊക്കെ വയ്ക്കുന്നു. ദിവസവും പള്ളിയിൽ പോകുന്നു, പള്ളിയിൽ പോകാത്ത ഞാൻ പള്ളിയിൽ പോകുന്നു, വചനം വായിക്കാത്ത ഞാൻ ബൈബിൾ തുറന്ന് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നു, ഞായറാഴ്ച ദിവസം ബൈബിളും കൊന്തയുമായിട്ട് ഇടവക പ്രാർത്ഥന ഗ്രൂപ്പിൽ നമ്മൾ പോകുന്നു, എല്ലാവരോടും ഈശോയെക്കുറിച്ച് പറയുന്നു, ചീത്തയായ സംസാരങ്ങളൊക്കെ നിർത്തുന്നു, നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മളിൽ ചില പ്രകടമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് കാണുമ്പോൾ
നമ്മുടെ കുടുംബത്തിലുള്ളവരോ അയൽവക്കത്തുള്ളവരോ സ്നേഹിതരോ പ്രിയമുള്ളവരെ നമ്മളെ കളിയാക്കാൻ, പരിഹസിക്കാൻ, നിന്ദിക്കാൻ ഒക്കെ തുടങ്ങിയെന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ധ്യാനം കൂടി എൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായാൽ, മാറ്റമുണ്ടായാൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. എല്ലാവരും എന്നെ അങ്ങ് പ്രോത്സാഹിപ്പിക്കും. ഒരു വിശുദ്ധനായി എൻ്റെ വീട്ടിലും നാട്ടിലും വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും മറ്റുള്ളവരങ്ങോട്ട് ഉണ്ടാക്കി ഒരുക്കി തരും എന്നാ പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ഏത് വിശുദ്ധന്മാരും വളർന്നു വന്നിട്ടുള്ളത് അനുകൂല സാഹചര്യത്തിലല്ല, പിന്നെയോ പ്രതികൂലങ്ങളുടെ മധ്യത്തില്. പ്രതികൂല സാഹചര്യങ്ങളുടെ കല്ലേറിൻ്റെയും നിന്ദനത്തിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും മാറ്റി നിർത്തപ്പെടലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒക്കെ നടുവിലാണ് മരിച്ചുപോയതും ഇന്ന് ജീവിച്ചിരിക്കുന്നതുമായ അനേകം വിശുദ്ധന്മാരും വിശുദ്ധ ജീവിതം നയിക്കുന്നവരൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്നവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഇതുണ്ടായിട്ടുണ്ട്. അവരുടെ പ്രാരംഭ കാലഘട്ടത്ത്, ആദ്യ കാലഘട്ടത്ത് കുടുംബത്തിൽ നിന്ന് പരിഹാസനം ഉണ്ടാകും. നീ എന്നാ വിശുദ്ധനാകാൻ പോവുകയാണോ? ഇനിയൊരു രൂപക്കൂടും കൂടി ഉണ്ടാക്കി വെക്കാം, അതിൻ്റെയും കൂടെ കുറവേ ഉള്ളൂ. നിന്നെ രൂപക്കൂടിനകത്ത് കയറ്റിയിരുത്താം. ഇനി നീയല്ലേ അടുത്ത വിശുദ്ധൻ. വേറെ ചില പറയും, ആണ്ടെ പ്രാർത്ഥനാക്കാരൻ പോകുന്നു. അവൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എങ്ങനെയാ ജീവിച്ചത് നമുക്കല്ലേ അറിയാവുന്നത്. അവൻ ഇന്നലെ ആരായിരുന്നു, ഇപ്പോഴാരാ? അവൻ്റെ കൈ ബൈബിള്, വിശുദ്ധൻ. വേറെ ചില പറയും, ഓ ഈ എത്ര നാളത്തേക്ക് കാണൂടാ പോയത്. ഇങ്ങനെ എത്ര പേര് ബൈബിളും കക്ഷത്തിൽ വെച്ചുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങൾ കയറിയതാ. ഇതൊക്കെ കുറെ കഴിയുമ്പോൾ ഇതൊക്കെ താത്തു വെക്കും. ഇങ്ങനെയുള്ള പരിഹാസങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതെല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കുറേ കഴിയുമ്പോൾ, കുറേ നാളത്തേക്ക് ഇത് കാണുകയുള്ളൂ. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പരിഹാസങ്ങൾ, നിന്ദനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ എല്ലാം ഉണ്ടാകും. അവിടെയും യേശുവിലേക്ക് മാത്രം നോക്കി ക്രിസ്തു കേന്ദ്രിതമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ കടമ്പ കടക്കാൻ നിങ്ങൾക്ക് പറ്റും. ഹല്ലേലൂയ. എന്നാൽ പലർക്കും അവിടെ വീണു പോകുന്നു, പലരും അവിടെ തകർന്നു പോകുന്നു. അവർ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായിട്ടുള്ളത് ചുറ്റുപാടിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ലഭിക്കുമ്പോൾ അവർ സ്വയം പറയും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? പഴയതുപോലെ ജീവിച്ചാൽ പോരെ. ആരും ഒരു പരിഹാസവും ഇല്ല, കളിയാക്കുമില്ല, അല്ലേ? നമ്മൾ എന്തിനാ ഇതൊക്കെ സഹിക്കാൻ പോകുന്നത്? എന്നാ പ്രാർത്ഥനാ ഗ്രൂപ്പ് നിർത്തിയേക്കാം, എല്ലാ ദിവസവും പോകുന്ന പള്ളിപ്പോക്ക് നിർത്തിയേക്കാം, വല്ലപ്പോഴും കുടുംബ പ്രാർത്ഥനയ്ക്ക് നടത്തിയാൽ പോരെ. അപ്പൊ പലരും ആത്മീയ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിൽ തിരുവചനത്തെ പ്രതി, ദൈവവചനത്തെ പ്രതി ഞെരുക്കങ്ങളും എതിർപ്പുകളും ഉണ്ടാകുമ്പോൾ പലരും തകർന്നു പോകുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ പ്രതി, ക്രിസ്തുവിനെ പ്രതി നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടാകും, ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഇത് തിരിച്ചറിയണം, ഈ മുന്നറിയിപ്പ് മനസ്സിലാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ തീക്ഷ്ണതയോടെ നിന്നവർ പോലും, വിശുദ്ധ ജീവിതം നയിച്ചവർ പോലും, ശുശ്രൂഷ മേഖലയെ ശോഭിച്ചവർ പോലും വീണു പോയ ഒരു മേഖലയാണ് ഇത്. 5 വർഷം 10 വർഷം 15 വർഷം മുമ്പുള്ളവരെ ഇന്ന് കാണാനില്ല. ശുശ്രൂഷയെ തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നവർക്കും വിശുദ്ധിയിൽ വളരാൻ പറ്റുന്നില്ല.
എന്താ കാരണം? ബൈബിൾ പഠിപ്പിക്കുന്നു, ലൗകിക വ്യഗ്രത അവർ കടന്നുകൂടുകയാണ്. സമ്പത്തിനെ കുറിച്ചുള്ള ആഗ്രഹം, മറ്റു വസ്തുക്കളെ കുറിച്ചുള്ള ആഗ്രഹം ഇവരുടെ ഉള്ളിൽ കടന്നുകൂടി അത് വളർന്ന് വളർന്ന് വളർന്ന ഇവരുടെ ആധ്യാത്മിക ചിന്തയെ ഞെരുക്കിക്കളയുന്നു. ബൈക്കുള്ളവൻ പറയും കാറ് വേണം, കാറുള്ളവന് ചെറിയ കാറ് പോരാ, അവന് അതിനേക്കാളും വലിയ കാറ് വേണം. 2 മുറിയുള്ളവന് പിന്നെയും 5 മുറി വേണമെന്ന് ആഗ്രഹം, അതുള്ളവന് 2 നില വീട് വേണമെന്ന ആഗ്രഹം, 10 സെന്റ് സ്ഥലമുണ്ട് അത് പോരാ, ഇനി 1 ഏക്കറും കൂടെ വേണമെന്ന് എൻ്റെ ആഗ്രഹം. ഇവിടെ അത്യാവശ്യം നല്ല ജോലി ശമ്പളമുണ്ട്, അത് പോരാ, വിദേശത്ത് പോകണമെന്ന ആഗ്രഹം. അയൽവക്കത്തെ വീട്ടുകാരനെ പോലെ എനിക്കും ആകണമെന്ന ആഗ്രഹം. എൻ്റെ സഹോദരങ്ങൾ നല്ല നിലയിലാ, സെറ്റപ്പിലാ, അവർക്ക് ഒപ്പം ഞാൻ നിന്നില്ലെങ്കിൽ മോശമല്ലേ, എല്ലാവരും എന്നെ തഴഞ്ഞു കളയലേ, എന്നെ ഒറ്റപ്പെടുത്തിയേലേ. അതുകൊണ്ട് ലൗകിക വ്യഗ്രത. 10 സാരി ഉണ്ടെങ്കിലും നമുക്ക് പോരാ, ആഭരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും പോരാ, മാറി മാറി ഉപയോഗിക്കാൻ വേണം. എപ്പോഴും ഔട്ടിങ്ങിന് പോകുക, മാളുകൾ കയറി ഇറങ്ങുക, സഞ്ചരിക്കുക. ലൗകിക ആഗ്രഹങ്ങൾ, വസ്തുക്കളെ കുറിച്ചുള്ള ആഗ്രഹം, വാങ്ങിക്കൂട്ടുക വാങ്ങിക്കൂട്ടുക, തിന്നുകൂട്ടുക തിന്നുകൂട്ടുക, കണ്ടുകൂട്ടുക, ആസ്വദിച്ചു കൂട്ടുക. ഈ ആഗ്രഹങ്ങൾ ഇവയാണ് മുള്ളുകൾ. ഈ മുള്ളുകൾ, ഈ ചെടികൾ നമ്മുടെ ആധ്യാത്മിക ആഗ്രഹങ്ങളെ, ലക്ഷ്യങ്ങളെ, പ്രിയമുള്ളവരെ, പ്രാർത്ഥനാ ജീവിതത്തെ, വിശുദ്ധ ജീവിതത്തെ ഞെരുക്കിക്കളയുന്നു. നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് വിശുദ്ധിയിലും വിശ്വാസത്തിലും വചനത്തിലും വളരണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ, നിങ്ങൾ ലൗകിക ആഗ്രഹങ്ങൾ, ജഡിക താല്പര്യങ്ങൾ, വസ്തുക്കളെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, ഇവയെല്ലാം എന്നിൽ കടന്നുകൂടാതെ പ്രത്യേകം നോക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങൾ, ധനത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, വസ്തുവകകളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, കാണണം, തിന്നണം, രുചിക്കണം, അനുഭവിക്കണം, ഈ ജഡിക താല്പര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടി നിന്റെ ആധ്യാത്മികതയെ തകർത്ത് കളയും, നശിപ്പിച്ച് കളയും. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായിട്ട് വേണം ഇതിനെ കാണുവാൻ. ഒരു വിശുദ്ധ ജീവിതം വേണം നമ്മൾ നയിക്കുവാൻ. ലോകത്തെയും ലോകമോഹങ്ങളെയും വേർത്ത് ഉപേക്ഷിക്കണം. ജഡമോഹങ്ങളെ വേർത്ത് ഉപേക്ഷിക്കണം. ഭൗതികതയെ, പിശാചിനെ എന്നതുപോലെ കണ്ടുകൊണ്ട് വേർത്ത് ഉപേക്ഷിക്കണം. ആധ്യാത്മികതയെ സ്നേഹിക്കണം, പുണരണം. ലാളിത്യ ജീവിതം, അതിനെ സ്നേഹിക്കണം. അപ്പോഴേ ഒരു വിശുദ്ധിയിൽ വളർന്ന് നിത്യതയിൽ കർത്താവിനൂടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കൂ. ഈ കൃപയും അനുഗ്രഹവും അഭിഷേകവും പ്രിയമുള്ളവരെ നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മളെ സഹായിക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. എല്ലാ മക്കളും പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ, അടയാളങ്ങൾ ചെയ്തട്ടെ, അത്ഭുത കൃപ നമ്മുടെ മേൽ വർഷിക്കപ്പെടട്ടെ. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്താകാതെ, മുള്ളുകൾക്കിടയിൽ വീണ വിത്തായി മാറാതെ, സാത്താൻ നമ്മുടെ ഉള്ളിൽ കടന്ന് വിതയ്ക്കുമ്പോൾ തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് പോകാതെ, നല്ല നിലത്ത് വീണ വിത്തായി മാറി നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെടുവാൻ ദൈവമേ നിന്റെ കൃപ, ഉന്നതത്തിലുള്ള കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കരങ്ങളെ മധ്യ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ലോകമോഹങ്ങൾ,
ജഡിക താല്പര്യങ്ങൾ, ഭൗതിക ചിന്തകൾ, ലൗകിക കാര്യങ്ങൾ ഇവയെല്ലാം ഈ മക്കളിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡ താല്പര്യങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തോടുള്ള ആകർഷങ്ങൾ, ഭൗതികതയോടുള്ള താല്പര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. വിട്ടുതൽ പ്രാപിക്കട്ടെ. ഇവരുടെ ചിന്തകൾ, ഇവരുടെ ബുദ്ധി, ഇവരുടെ മനസ്സ് എല്ലാം വിശുദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി ഇവരുടെ മേൽ ഇപ്പോൾ തന്നെ പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും വിശുദ്ധിയിൽ വളരുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ അഭിഷേകം ഇവിടെ മേൽ വ്യാപിക്കട്ടെ. ആത്മാവേ പറന്നിറങ്ങണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ഈ മക്കളെ മുദ്രയിടുന്നു. യേശുവിന്റെ രക്തത്താൽ ഇവരെ കഴുകുന്നു, കഴുകുന്നു, കഴുകുന്നു. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിപ്പോൾ വിതയ്ക്കപ്പെടുന്ന വചനങ്ങൾ സാത്താൻ മോഷ്ടിച്ചുകൊണ്ട് പോകാതെ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ, പുതിയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം, വിടുതൽ, സൗഖ്യം ഇവിടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യേകമായി മധ്യസ്ഥതയെ സമർപ്പിക്കുന്നു. അമ്മയുടെ നീതി അംഗീകരിക്കുന്നതിന്റെ കാത്തുകൊള്ളുന്നേ യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.